ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രരായ ആളുകളോട് അവരോടെങ്ങനെ പെരുമാറി അതാണ് സൂചിപ്പിക്കുന്നത്. ഒരു സാമൂഹിക ശ്രേണിയിൽ ദരിദ്രരായ ആളുകളുണ്ടായിരിക്കും, സമ്പന്നരായ ആളുകളുണ്ടായിരിക്കും. അതിനിടയിൽ ഒരു മധ്യമമായ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുണ്ടായിരിക്കും. ഇതെല്ലാം പരീക്ഷണമാണ്. ദാരിദ്ര്യം പരീക്ഷണമാണ്, സമ്പത്ത് പരീക്ഷണമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫുഖറാക്കളെ, ദരിദ്രരെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയായിരുന്നു ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നത് അത് പാവങ്ങൾക്ക് ചിലവഴിക്കുക എന്നുള്ളത്. ഇപ്പം അത്യാവശ്യ കാര്യങ്ങൾ, ഒരാളുടെ ഭക്ഷണം, ഒരാളുടെ ചികിത്സ, മറ്റു സൗകര്യങ്ങൾ, കുടുംബത്തിൻ്റെ ചിലവ്, അത് കഴിഞ്ഞ് മിച്ചം വരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി അത് ഫുഖറാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കലായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുൻഫിഖു മിൻ മാലിഹി അലാ അഹ്ലിഹി. അള്ളാഹുവിൻ്റെ റസൂൽ സമ്പത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫضൽ, അതിൻ്റെ മിച്ചം വരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ദരിദ്രർക്ക് സ്വതക്ക നൽകും. അപ്പോൾ സമ്പത്തിൽ റസൂലുള്ളാഹിയുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നത് അത് ദരിദ്രരെ പരിഗണിക്കാൻ, ദരിദ്രർക്ക് വേണ്ടി പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിവെച്ചിരുന്നു. റസൂലുള്ളാഹിക്ക് ലഭിക്കുന്ന സമ്പത്ത്, ഇപ്പം ഖൈബറിൽ അള്ളാഹുവിൻ്റെ റസൂലിന് സമ്പത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല യുദ്ധങ്ങളിലും റസൂലുള്ളാഹിക്ക് സമ്പത്ത് ലഭിക്കുന്നുണ്ട്. ആ സമ്പത്ത് ലഭിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ അതിൽ നിന്നൊരു വിഹിതം കുടുംബത്തിന് നൽകും. ഫമാ ഫള അൻ നഫഖതി അഹ്ലിഹി ജഅലഹു ബൈനൽ ഫുഖറാഇൽ മുഹാജിരീൻ. ആ കുടുംബത്തിന് നൽകി പിന്നീട് മിച്ചം വരുന്നത് മുഹാജിറുകൾക്കിടയിലെ ദരിദ്രരായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീതിക്കുമായിരുന്നു. അഥവാ എപ്പോഴും ദരിദ്രരെ പ്രത്യേകം പ്രവാചകൻ പരിഗണിക്കുമായിരുന്നു. ഒരു പകൽ സമയം ഫജാഅഹു ഖൗമുൻ ഹുഫാത്തുൻ ഉറാത്ത്, ഒരു സംഘം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വരുന്നു. നഗ്നപാതരാണവർ, നല്ല ചെരുപ്പുകളില്ല. അവരുടെ വസ്ത്രം കണ്ടാൽ അവരുടെ ദാരിദ്ര്യം ആ വസ്ത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതിദരിദ്രരായ ഒരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ്റെ മുഖം വിവർണമായി. റസൂലുള്ളാഹി വല്ലാതെ പ്രയാസപ്പെട്ടു. നമസ്കാര സമയമായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ കയറി സ്വഹാബാക്കളെ വിളിച്ചുകൂട്ടി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ. ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇതാ നിങ്ങളുടെ അരികിലേക്ക് വന്ന സഹോദരന്മാർ, അവർക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക നൽകുക എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ദീനാറ് നൽകാൻ കഴിവുള്ളവർ ദീനാറ് നൽകട്ടെ. ദിർഹമു നൽകാൻ കഴിയുന്നവൻ, വെള്ളി നാണയം നൽകാൻ കഴിയുന്നവൻ വെള്ളി നാണയം നൽകട്ടെ. ഈത്തപ്പഴം നൽകാൻ കഴിയുന്നവൻ ഈത്തപ്പഴം നൽകട്ടെ. ഗോതമ്പ് നൽകാൻ കഴിയുന്നവൻ ഗോതമ്പ് നൽകട്ടെ. വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു കഷ്ണമാണ്, ഒരു പാളിയാണ് നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നത് എങ്കിൽ അതെങ്കിലും നിങ്ങളുടെ ദരിദ്രരായ ഈ സഹോദരന്മാർക്ക് നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സംസാരം കഴിഞ്ഞ് പള്ളിയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടി എന്നാണ്. എന്താണോ സ്വഹാബികളുടെ കൈകളിലുള്ളത് അതവർ നൽകി. 2 വസ്ത്രമുള്ളവൻ 1 വസ്ത്രം നൽകി. ഈത്തപ്പഴമുള്ളവൻ ഈത്തപ്പഴം നൽകി. ഗോതമ്പുള്ളവൻ വീട്ടിൽ നിന്ന് ഗോതമ്പുമായി വന്നു. ദിർഹമുള്ളവൻ ദിർഹമു കൊടുത്തു. അവരുടെ കൈകളിലെ സമ്പത്ത് അവർക്കിടയിലുള്ള അതിദരിദ്രരായ ആളുകൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ മിസ്കീനുകളോട് സ്നേഹമുണ്ടാകാൻ പ്രാർത്ഥിച്ചു.
മിസ്കീനുകളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ്. അപ്പം അങ്ങനെ ഒരു മനസ്സിന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്രാധാന്യം ഉണ്ടാകും. അതും നമസ്കാരത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നല്ല ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വതർക്കൽ മുൻകറാത്ത്, മുൻകറാത്തുകൾ ഒഴിവാക്കുന്നതിനു പോലെ അതിനുവേണ്ടിയും ഞാൻ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബൽ മസാക്കീൻ, മിസ്കീനുകളോട് ഇഷ്ടം, പാവങ്ങളോട് ഇഷ്ടം, പാവങ്ങളെ പരിഗണിക്കുന്ന ഒരു മനസ്സ് അല്ലാഹുവേ അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പം നമുക്ക് വേണ്ട ഒന്നാണ്, ഒരാൾ സമ്പത്ത് കുറഞ്ഞുപോയി എന്നതുകൊണ്ട് ഒരാൾ അകറ്റരുത്. സമ്പത്ത് കുറഞ്ഞുപോയി എന്നതുകൊണ്ട് അയാൾ അവഗണിച്ചു എന്ന് അയാൾക്ക് തോന്നരുത്. മിസ്കീനുകളെ അള്ളാഹുവിൻ്റെ റസൂൽ പരിഗണിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അരികിൽ അവർക്ക് സ്ഥാനമുണ്ട്. നമ്മുടെ അരികിലും ദരിദ്രരായ ആളുകൾക്ക് സ്ഥാനമുണ്ടായിരിക്കണം. റസൂലുള്ളാഹി മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയ 7 ഉപദേശങ്ങൾ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അമറനി ഖലീലി ബിസബ്ഇൻ, എൻ്റെ ഖലീൽ എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. ആരാണ് ഖലീൽ? അള്ളാഹുവിൻ്റെ റസൂലാണ്. 7 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. അതിൽ ഒന്നാമത്തത് ബിഹുബ്ബിൽ മസാക്കീൻ, മിസ്കീനിനെ സ്നേഹിച്ചോ. ഒരാൾ ദരിദ്രനാണെന്ന് കരുതി അകറ്റരുത്, ദരിദ്രനാണെന്ന് കരുതി പരിഗണിക്കാതിരിക്കരുത്, ദരിദ്രനാണെന്ന് കരുതിയിട്ട് അവനോട് എന്തെങ്കിലും ഒരു വെറുപ്പ് നിന്റെ മനസ്സിലുണ്ടാകരുത്. ഒന്നാമത്തെ റസൂലുള്ളാഹിയുടെ കൽപ്പന അബൂദറിനോട്, മിസ്കീനിനെ നീ സ്നേഹിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ പരിഗണിച്ചവരാണ് ദരിദ്രരായ ആളുകൾ. അവരെ നമ്മൾ പരിഗണിച്ചാൽ അള്ളാഹുവിൻ്റെ അരികിൽ നമുക്ക് പരിഗണനയുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞു, തലഅതു ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഞാൻ നോക്കി, ഫറഅയ്തു അക്സറ അഹ്ലിഹാ അൽ ഫുഖറാ, അധികവും എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് ഫുഖറാക്കളെയാണ്, ദരിദ്രരായ ആളുകളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രരായ ആളുകളെ വിലക്കിയിട്ടുള്ള ഭക്ഷണം, ധനികന്മാർക്ക് മാത്രമായി ഒരുക്കിയിട്ടുള്ള, പാവങ്ങൾ ആഗ്രഹിക്കുന്നവർ അവരെ തടഞ്ഞു നിർത്തിയിട്ടുള്ള ഭക്ഷണം, അതിനെ റസൂലുള്ളാഹി വിശേഷിപ്പിച്ചു ശർറു ത്വആമി ത്വആമുൽ വലീമ, ഒരു വലീമയുടെ ഭക്ഷണം അതാണ് ഏറ്റവും ഷർറായ ഭക്ഷണം. എന്താണ് വലീമയുടെ പ്രത്യേകത? യുദ്ആ ലഹൽ അഗ്നിയാ വയത്റുഖുൽ ഫുഖറാ, ദരിദ്രരായ ആളുകളെ അവരെ തടഞ്ഞു വെക്കുകയും ധനികന്മാർക്ക് മാത്രമായി ഒരുക്കുകയും ചെയ്യുന്ന ഭക്ഷണം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പണത്തിൻ്റെ പേരിലല്ല വേർതിരിവ്. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ അരികിൽ സ്ഥാനമുള്ളത്. നമുക്കും സമ്പത്ത് നോക്കിയിട്ട് സ്നേഹിക്കുന്നതിനപ്പുറത്ത് സ്നേഹം ദീനിൻ്റെ പേരിലാകണം. ഒരാൾ ദരിദ്രനാകട്ടെ സമ്പന്നനാകട്ടെ ആരാകട്ടെ, ദീനുണ്ട് എങ്കിൽ ആ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ സ്നേഹം വെച്ചു പുലർത്താൻ, ദരിദ്രരെ പരിഗണിക്കാൻ, ദരിദ്രരായ ആളുകളുടെ പ്രയാസങ്ങൾ അറിയാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവരുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെ ഒരു നല്ല മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. റമദാനിലെ നമ്മുടെ അമലുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ.